13th നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ചെക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നാളത്തെ ലാസ്റ്റ് വീക്കിലി എക്സ്പയറി ആയിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ലീവിലായിരുന്നു, ചെറിയ യാത്ര കഴിഞ്ഞ് വന്നതാണ്. അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഈ ഒരു ലെവൽസിൻ്റെ സെഷൻ ചെയ്തിട്ടില്ല. അപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ആണ്. മാർക്കറ്റ് ജസ്റ്റ് ഓൾറെഡി ഇന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തതാണ് ആ ഒരു ഏരിയ. അതുപോലെ പ്രീവിയസ് ഒരു സിംഗിളോ ഒരു ഡെയിലി ലിക്വിഡിറ്റി എടുത്തൊരു ഏരിയയാണ് ഇത്. ഈ രണ്ട് ഏരിയയും ഒരു അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിഫ്റ്റിയിൽ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ. ഇനി എന്താ പറയുക, അപ്പ് സൈഡ് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മീൻസ് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏരിയ നോക്കാം നമുക്ക്. 23,992 എന്നുള്ള ലെവൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ട്രേഡ് എടുക്കുക. അതുപോലെ ഈ രണ്ട് ഏരിയകളിലാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, പക്ഷേ അത് ഒരുപാട് മുകളിലാണ്. 24,242 ഇത് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. നാളെ ഏത് ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ഫസ്റ്റ് ട്രേഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയിലെ 4 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഇതൊക്കെയാണ്. താഴെയുള്ള 2 ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയും അപ്പ് സൈഡിലുള്ള 2 അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയയും നമുക്ക് ഇതിൽ കാണാം. ഈ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡെയിലി ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഒരു ഇൻറ്റേർണൽ ഡെയിലി ലിക്വിഡിറ്റി ഏരിയ തൊട്ട് താഴെയായിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 50,865 എന്നുള്ള ലെവൽ. 50,865 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനിയല്ല, മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. 51,364 മുകളിലേക്കായിരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പ് സൈഡിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് ബാങ്കിൽ. 51,874, 51,874, 51,365 ഇതിൻ്റെ മുകളിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുകയോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടേക്ക് വരികയോ ചെയ്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് നാളെ ഇതിൻ്റെ താഴെയായിട്ട് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. ഇതാണ് 13th നവംബറിനുള്ള എൻ്റെ ട്രേഡ് പ്ലാൻ. എനിവേ, താങ്ക് യു, ബൈ.